മാസപ്പടി കേസിലെ SFIയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ CMRLന് വേണ്ടി ഹാജരായിട്ടുണ്ട്. SFI അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് പുതിയ ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി ചോദിക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അച്യുതൻ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO കേസെടുത്ത സമയത്ത് CMRL നൽകിയ ഹർജിയാണ്. ആ ഹർജി പരിഗണിക്കുന്നതിനിടെ തന്നെ SFIO കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കേസിൽ ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി അടക്കം ചോദിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ച സ്ഥിതിക്ക് ഈ ഹർജി, അതായത് നടപടികൾ തടയണമെന്ന ഹർജി നിലനിൽക്കുമോ എന്ന് ചോദിക്കുന്നു. എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? വാദപ്രതിവാദങ്ങൾ എങ്ങനെ പോകുന്നു? CMRLന്റെ ഹർജിയിൽ SFIയുടെ മറുപടി അതെന്തൊക്കെയാണ്? സുഹൈൽ, ഈ എക്സാലോജിക് CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ CMRL 2 ഹർജികളാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനോടകം നൽകിയിട്ടുള്ളത്. അതിലൊന്ന് SFIO അന്വേഷണം റദ്ദാക്കണമെന്നും രണ്ടാമത്തെ ഹർജി തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുമാണ് സമീപിച്ചത്. ഈ രണ്ടാമത്തെ ഹർജിയാണെന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ കോടതി ചോദിച്ചത് നിലവിൽ ഈ SFIO അന്വേഷണം പൂർത്തിയാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഹർജി നിലനിൽക്കുമോ എന്ന് ഹർജിക്കാരനോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ ഹർജിക്കാരൻ പറഞ്ഞത് ഇത് മെയിൻറ്റനബിൾ ആണ്, ഹർജി നിലനിൽക്കും എന്നായിരുന്നു അറിയിച്ചത്. നിലവിൽ SFIO തന്നെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കുറ്റപത്രം നൽകിയിട്ടുണ്ട് എന്നതാണ് SFIO അറിയിച്ചത്. എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഡൽഹി ഹൈക്കോടതി ഈ രണ്ടാമത്തെ ഹർജി നിലനിൽക്കുമോ എന്നത് ചോദിച്ചത്. എന്തായാലും അതിലിപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇതിലുണ്ടായത്. ഇതിൽ CMRLന് വേണ്ടി കപിൽ സിബൽ, മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത്. അദ്ദേഹം ഇതിനെ ശക്തമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് കമ്മീഷന്റെ പക്കലുള്ള രേഖകൾ രഹസ്യ രേഖയാണെന്ന് വാദിക്കുകയുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതും കപിൽ സിബൽ ഈ ഘട്ടത്തിൽ വാദത്തിന്റെ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ എന്തായാലും ഈ നടപടികൾ, കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചാണ് ഇതിനു മുൻപ് ഈ ഹർജി പരിഗണിച്ചിരുന്നതെന്നും CMRL ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് ഹർജികൾ വിടാം എന്നൊരു കാര്യം കൂടി വാക്കാൽ ഡൽഹി ഹൈക്കോടതി പറയുകയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, അച്യുതൻ, നേരത്തെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് SFIO കേസെടുത്ത ഒരു പശ്ചാത്തലത്തിൽ ആ സമയത്തായിരുന്നു CMRL ഹൈക്കോടതി ഡൽഹി കോടതിയെ സമീപിക്കുന്നത്, തുടർ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു ഇന്ററിം ഓർഡർ ഇല്ലെങ്കിലും തൽക്കാലം ഇതിൽ തുടർ നടപടി വേണ്ടെന്ന ഒരു വാക്കാലുള്ള പരാമർശമുണ്ടെന്ന് CMRL വാദിക്കുന്നു. ഈ വാക്കാലുള്ള പരാമർശം നിലനിൽക്കുന്നതിനിടെയാണ് ഒരുപടി മുന്നേറിഞ്ഞുകൊണ്ട് SFIO കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ വാക്കാൽ പരാമർശം ലംഘിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചെന്നൊരു ഇമ്മ്യൂണിറ്റി തൽക്കാലം CMRLനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമോ? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ വരുന്നുണ്ടോ? സുഹൈൽ, നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊരു ഇന്ത്യയിലെ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ഗിരീഷ് കത്വാലിയെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് പ്രകാരം പുതിയ ബെഞ്ചിലേക്ക് ഈ ഹർജി വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് ഇതിനു മുമ്പ് ഈ കേസ് പരിഗണിച്ചിരുന്നു. അദ്ദേഹം ചില വാക്കാൽ പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്നതും കഴിഞ്ഞ തവണയും ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ അതിപ്പോൾ പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഒരു പുതിയ ബെഞ്ചിലേക്ക്, അതായത് ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് തന്നെ ഈ കേസ് വീണ്ടും വിടാൻ ഒരു ഇടക്കാല ഉത്തരവ് ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 21 ഈ ഹർജികൾ പരിഗണിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഹർജികൾ ഇപ്പോൾ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക്, അതായത് ഇതിനു മുൻപ് കേസ് പരിഗണിച്ചിരുന്ന അതേ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചിലേക്ക് വിടാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. സുഹൈൽ, അതായത് തൽക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ററിം ഓർഡറുകളൊന്നുമില്ല, മറിച്ച് ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് നേരത്തെ പരിഗണിച്ച ജഡ്ജിയിലേക്ക് വിടുന്നു. അതിനർത്ഥം തുടർ നടപടികളുമായി SFIOയ്ക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വീണ വിജയനടക്കം CMRL ഉടമയടക്കം കർത്തയടക്കം ചോദ്യം ചെയ്യാൻ അവർക്ക് നോട്ടീസ് അയക്കാം. അത്തരത്തിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അതായത് ഹർജിയിൽ ഉന്നയിച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഉത്തരവും നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ഒരു ഹർജികൾ പരിഗണിക്കുന്നത് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി എന്ന നടപടി മാത്രമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.